മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിനെതിരെ പരാതി നൽകി ബി.ജെ.പി. മലപ്പുറത്തെ ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിനിടയിൽ വെറുപ്പും ഭയവും വളർത്തുന്ന തരത്തിലുള്ള പരാമർശമാണെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രനാണ് പരാതി നൽകിയിരിക്കുന്നത്. രാജ്യത്ത് കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളെ രണ്ടാം തരക്കാരായി കാണാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. തുടർന്നാണ് ബി.ജെ.പി. പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗമാണ് പിണറായി വിജയന്റേതെന്ന് പരാതിയിൽ പറയുന്നു. ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ച് വിദ്വേഷം വളർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പരാതിയിൽ കുറ്റപ്പെടുത്തി. അതേസമയം പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി പ്രതികരിച്ചു. സിഎഎക്കെതിരെ കോൺഗ്രസ് ആത്മാർത്ഥമായി അണിനിരന്നിട്ടില്ല. പ്രക്ഷോഭം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത്, കോൺഗ്രസ് കുറ്റകരമായ മൗനം പാലിച്ചു. രാജ്യത്തെ കോൺഗ്രസിന്റെ നിലപാടിന് വ്യത്യസ്തമായാണ് കേരളത്തിലെ കോൺഗ്രസ് സിഎഎക്കെതിരായി നിലപാടെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ 2020 കിഴക്കമ്പലത്ത് ആരംഭിച്ച മെഡിക്കൽ സ്റ്റോർ ജില്ലാ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ അടപ്പിച്ചു. പ്രഥമ ദൃഷ്ട്യാ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയെന്ന് വ്യക്തമാക്കിയാണ് കളക്ടറുടെ ഉത്തരവ്. 2020 കൺവീനർ സാബുവും ജേക്കബും പാർട്ടിയും തങ്ങളുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം സംബന്ധിച്ച് പങ്കുവച്ചിട്ടുള്ള വീഡിയോ നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 16 പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മാർച്ച് 21 മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ നിന്ന് 80% വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുമെന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കമാണെന്ന് ചൂണ്ടിക്കാട്ടി സുധീർ CS, അൽതാഫ് MM എന്നിവരാണ് പരാതി നൽകിയത്. ഇത്തരത്തിൽ വോട്ടർമാരെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിൽ സൗജന്യങ്ങളോ മറ്റു വാഗ്ദാനങ്ങളോ നൽകി വോട്ട് പിടിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ്. പരാതിയെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ ഇരുഭാഗത്തിന്റെയും വിശദീകരണം കേട്ടിരുന്നു. തുടർന്ന് ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിന്റെ ഭാഗമായുള്ളതാണ് മെഡിക്കൽ സ്റ്റോർ എന്നും 2020 പാർട്ടിയുമായി ഇതിന് ബന്ധമില്ല എന്നുമാണ് 2020 പ്രതിനിധികൾ വാദിച്ചത്. എന്നാൽ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് കിറ്റെക്സ് ചിൽഡ്രൻസ് വിയർ ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചും 2020 അസോസിയേഷന്റെ പിന്തുണയോടെയുമാണ്. രാഷ്ട്രീയ പാർട്ടിയായ 2020യുടെയും 2020 അസോസിയേഷന്റെ ഭാരവാഹികൾ ഒരേ ആൾക്കാരാണ്. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിയായ 2020 ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ്, 2020 അസോസിയേഷൻ എന്നീ മൂന്നിന്റെയും ലോഗോ ഒന്ന് തന്നെയാണ്. ഒരു സ്വകാര്യ കമ്പനിയും ഒരു രജിസ്റ്റേർഡ് അസോസിയേഷനും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരേ ലോഗോയുമായി ഒരേ ഭാരവാഹികളും പങ്കുവെക്കുന്നു എന്ന പ്രത്യേകതയുള്ള സംഭവമാണ് ഇതിലുള്ളത്. ഈ സാഹചര്യത്തെക്കുറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും വ്യക്തത നേടിയിട്ടുണ്ട്. അതുവരെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ആരംഭിച്ച മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കിറ്റെക്സ് MD സാബുവും ജേക്കബ് നടത്തിയ പ്രസംഗവും ഉത്തരവിൽ പരാമർശ വിധേയമായി. 2020 തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും 77 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും 50% വരെ വിലക്കുറവിൽ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകളും 80% വരെ വിലക്കുറവിൽ മെഡിക്കൽ സ്റ്റോറുകളും ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ സാബുവും ജേക്കബിന്റെയും പാർട്ടിയുടെയും ഔദ്യോഗിക അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യാനാണ് നിർദ്ദേശം.